ഹലോ അസ്സാമലൈക്കും. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് മസാല ദോശ റെസിപ്പിയുമായിട്ടാണ്. ചിലവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ദോശയൊക്കെ കൂട്ടി വെച്ചിട്ട് ശരിയാവുന്നില്ല എന്നൊക്കെ. അതൊക്കെ ഞാൻ നല്ല വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ, എങ്ങനെ കൂട്ടി വെക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 2 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരി എടുക്കുന്നതിൻ്റെ പകുതി ഉഴുന്ന് പരിപ്പ് എടുക്കുക കേട്ടോ. പിന്നെ ഒരു 1/2 സ്പൂണ് ഉലുവയും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കുതിർത്തിയെടുക്കണം കേട്ടോ. അതിനായിട്ട് ഞാൻ രാവിലെയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, രാത്രിയൊക്കെ അരച്ച് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ട് കുതിർന്ന് അതൊക്കെ നന്നായിട്ടൊന്ന് കേകിയെടുത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത ഈ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. 2 ഗ്ലാസ് പച്ചരിയും 1 ഗ്ലാസ് ഉഴുന്ന് പരിപ്പും 1/2 സ്പൂണ് ഉലുവയും 1 ഗ്ലാസ് ചോറുമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അരി ഇതൊന്ന് മുങ്ങിക്കിടക്കാൻ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫുള്ളായിട്ട് ഇതുപോലെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ഈ അരച്ചെടുക്കുന്ന വെള്ളം തന്നെ ഉള്ളിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. നല്ലോണം മൂടി നിൽക്കുന്ന രീതിക്ക് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കണം. കാരണം അതിൽ ചോറ് ഇതൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്നത് മിക്സിയുടെ ജാറ് കറങ്ങാതെ വരും. അപ്പോൾ നല്ലോണം മൂടി നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഫുള്ളായിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഈ ഒരു ലൂസിലാണ് നമ്മുടെ മാവ് ഇരിക്കുന്നത്. ചിലർ നല്ല കട്ടിക്ക് അങ്ങനെയൊന്നും ആവശ്യമില്ല കേട്ടോ, കുറച്ചൊക്കെ ലൂസുണ്ടായാലും വിഷയമൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യണത് കൈയൊക്കെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് പിന്നെ കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളെ മാവ് നന്നായിട്ട് പിന്നെ പൊങ്ങി വരാനൊക്കെ എളുപ്പമാവും. അത് വിചാരിച്ച് നല്ലോണം പുളിക്കൊന്നുമില്ല കേട്ടോ. പിന്നെ ചിലർ പറയും നല്ല പുളി വരുള്ളൂ, നല്ല പുളിയൊന്നും വരില്ല. ഇനി ഇത് ഒരു ചൂട് തട്ടുന്ന ഭാഗത്ത് വീതനമേ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ മതി. ഒരു 5-6 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് പതിഞ്ഞ് വരും. ഇതിൽ നമ്മൾ അപ്പസോഡ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പം ഞാൻ രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെയാണ് കേട്ടോ ഞാനിതെടുത്ത് കാണിക്കുന്നത്. കണ്ട് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതുപോലെ ചെയ്താൽ ചിലതൊക്കെ ആ മോൾ ഭാഗം മാത്രം പതിഞ്ഞിട്ട് ലാസ്റ്റ് ആകുമ്പോഴേക്കും ദോശയൊക്കെ എന്തോ മാതിരിയാവും. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും അതൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പോൾ മെല്ലെ ഇളക്കി കൊടുക്കാം കേട്ടോ, അതിൻ്റെ ബബിൾസ് ഒന്നും പൊട്ടിക്കാതെ. ഇനി നമുക്ക് മസാല ദോശയ്ക്ക് വേണ്ട മസാല റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ലവണ്ണം ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഇഞ്ചി കഷ്ണം ചെറുതായി കട്ട് ചെയ്തിട്ട് അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം ഇനി ഇഞ്ചി കഷ്ണം ഒന്ന് ബ്രൗൺ നിറാകുമ്പോൾ നമുക്ക് കുറച്ച് വേപ്പിലയും പാടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 3 സവാള
ചെറുതായി കട്ട് ചെയ്തിട്ട് അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് എക്സ്ട്രാ മുളക് പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അത്ര മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഉള്ളി നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാളൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു 3 ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് കുത്തി ഉടച്ച് വെച്ചതാണ് ഇത്. അത് കുക്കറിലിട്ടിട്ട് ഒരു 4 വിസിൽ വരും വരെ വേവിച്ചെടുത്തിട്ട് അത് ചൂടൊക്കെ പോയതിന് ശേഷം നന്നായിട്ട് ഒന്ന് കുത്തി ഉടച്ചിട്ടുണ്ട്. തമ്പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് വേവിക്കുന്ന സമയത്ത് ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റും പാടെ അതിൻ്റെ കൂടെ വേവിച്ചിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഇതിക്ക് ലേശം വെള്ളം പാടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇത് മസാല ദോശയ്ക്ക് എപ്പോഴും നമ്മൾ നല്ല ടൈറ്റിലെടുക്കരുത്. കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കണ്ടില്ലേ ഇതേ ഒരു ലൂസിലെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇത് ഇത്രയും മതി കേട്ടോ. അപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ കനല്ലാതെ പരത്തി കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഒന്ന് മൂടി വെച്ച് ഒന്ന് തുറന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ നെയ്യ് തടവി കൊടുക്കുന്നത് ഇങ്ങനെ ക്രിസ്പി ആയിട്ടുണ്ടാവില്ലേ അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് മസാല തേച്ച് കൊടുക്കാം. ഞാൻ ഒരു തവി മസാല ചേർത്തിട്ട് ഇതുപോലെ ഇങ്ങനെ എല്ലായിടത്തും അതിൻ്റെ മസാല ഇങ്ങനെ ഒന്ന് വരുതി കൊടുത്തിട്ടുണ്ട്. മസാല ദോശയ്ക്കുള്ള ദോശ പല രൂപത്തിലും മടക്കിയെടുക്കും കേട്ടോ. ഞാൻ ഇതുപോലെ ഒറ്റ മടക്ക് ഇതുപോലെയാണ് കേട്ടോ മടക്കിയെടുത്തിട്ടുള്ളത്. നമ്മൾ അടിപൊളി മസാല ദോശ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും പാടെ ഒന്ന് ചുട്ടെടുത്ത് കാണിച്ചു തരാം. നമ്മൾ രണ്ടാമത് ചുട്ടെടുക്കുമ്പോൾ ചട്ടിയിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കുക കേട്ടോ. നമ്മളെ ചട്ടിയുടെ ചൂടൊന്ന് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് ഇതുപോലെ ചേർത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇത് അതുപോലെ മൂടി വെച്ചിട്ട് വെച്ചെടുക്കാം. ഇനി മുകളിലേക്ക് നെയ്യ് തടവി കൊടുക്കാം. ഇതും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാ മസാല ദോശയും ഇതുപോലെ ചുട്ടെടുക്കുക കേട്ടോ.
അപ്പോൾ നമ്മൾ അടിപൊളി മസാല ദോശ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും റിലേറ്റീവിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ, വീണ്ടും കാണാം.